ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ ഓണാഘോഷവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓണാഘോഷം വലിയ കേമായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. കുഞ്ഞുമാവേൻ്റെ ഫസ്റ്റ് ഓണമാണ്. പക്ഷേ അത് ഭയങ്കര അടിപൊളിയായിട്ടൊന്നുമല്ല, നോർമലി ഉള്ള സാധാ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ പൂക്കളം ഇട്ടു. അച്ഛനാണ് കേട്ടോ മെയിനായിട്ട് പൂവിട്ടത്. ഞങ്ങളൊക്കെ ഓരോ പരിപാടികളിലായിരുന്നു, ഓരോ പണി അടുക്കളയിലും ഒക്കെ ആയിട്ട് ഓരോ പണികളും പിന്നെ മക്കളെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫൈനലി പൂവിട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും തമ്പൂതാ പൂവിൻ്റെ അടുത്ത് വന്നിട്ട് പൂവിടുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ പൂക്കളം ഇട്ടത് അച്ഛനാണ്. ഇവിടെ കോലായിലാട്ടോ പൂവിടാറുള്ളത്. അങ്ങനെ പൂവിടലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു ഓണപ്പൊട്ടൻ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു സംഭവം കാണുന്നത്. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഇല്ല. മാവേലി വരാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വേഷമൊക്കെ കെട്ടി കുറച്ച് താടി മുടിയൊക്കെ വെച്ചിട്ട് ഒരു ഓലക്കൊടയൊക്കെ ചൂടിയിട്ട് ഒരു ആൾ വരുന്നുണ്ട്. ഇതാണ് ഓണപ്പൊട്ടൻ. അങ്ങനെ ഓണപ്പൊട്ടന് പൈസ കൊടുത്തു. അപ്പോൾ അവർ പൂവൊക്കെ തലയിലിട്ടിട്ട് അനുഗ്രഹം തരുന്നുണ്ടായിരുന്നു. അങ്ങനെ തമ്പൂന് കൊടുക്കാൻ പേടിയായിട്ടോ, വേണ്ടു ധൈര്യത്തോടെ പൈസ കൊടുത്തു. പക്ഷെ തമ്പൂന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തമ്പൂന് ഭയങ്കര പേടി. അങ്ങനെ അമ്മ പിടിച്ച് കൊടുപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഓണപ്പൊട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുട്ടാ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഓണത്തിന് ഇങ്ങനെ ഓണപ്പൊട്ടൻ വരാറുണ്ടോ? അതുപോലെ എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ അതാ സദ്യ വിളമ്പി. സദ്യക്ക് കുറേ ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം തമ്പുമോളെയും കുഞ്ഞാവനെയും ചേർത്തിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുഞ്ഞാവൻ്റെ 3 months എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഞങ്ങൾ ഈ പൂക്കളത്തിനടുത്ത് വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അനിയത്തിയും മോളും ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഞങ്ങളെ കൂട്ടാൻ വന്നതാണ്. ഇന്നലെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങളൊരു ചെറിയ സർപ്രൈസ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ, എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞത് ഞാൻ ഓണത്തിന് വരുന്നില്ല, ഇപ്പോഴല്ലേ വീട്ടിലേക്ക് വന്നത്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുന്നത് അമ്മയ്ക്കറിയില്ല കേട്ടോ, അനിയത്തി പോകുന്നത് അറിയാം. അപ്പോൾ അവൾ കുറച്ച് ലേറ്റ് ആവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് സർപ്രൈസ് ആയിട്ട് കേട്ടോ. കുറച്ച് ലേറ്റ് ആയി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. ഇനി അവിടെ എത്തിയിട്ട് കാണാം വിശേഷങ്ങൾ. നാളെ തന്നെ വരും കേട്ടോ. ഇന്ന് ജസ്റ്റ് സെലിബ്രേഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അനിയത്തി അവൾ തിരിച്ചു കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മളിത് വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അനിയത്തിയും ഹസ്ബൻഡും മോളും കൂടെ ആദ്യം പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളിതാ ഇരുട്ടത്ത് ഇവിടെ ഇങ്ങനെ വീട്ടിൻ്റെ തൊട്ടടുത്ത് മാറി നിൽക്കുകയാണ്, മതിലിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞതാ നമ്മൾ പോവുകയാണ്. അച്ഛൻ കോലായിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുന്നത് അറിയില്ല. അപ്പം പെട്ടെന്ന് ചെല്ലുമ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഋതിമോളോട് പറഞ്ഞതായിരുന്നു കേട്ടോ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറയരുത്, ആദ്യം പോയിട്ട് വീട്ടിൽ കയറണം, അപ്പം പിന്നാലെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ആൾ നേരെ കയറി ചെന്നിട്ട് ആശുവീനെ കാണണം, ആശുവീൻ്റെ കൂടെ കളിക്കണം അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു പോലും ആശ്വി വരില്ല, ആശ്വി ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞെന്ന്. പക്ഷെ പെട്ടെന്നാണ് ഞങ്ങൾ കയറി ചെന്നത്. അപ്പോൾ അമ്മേൻ്റെ റിയാക്ഷനാട്ടോ നമ്മൾ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പം കേക്കൊക്കെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. കേക്ക് അമ്മ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് സർപ്രൈസ് കുറച്ചൊന്ന് പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സെലിബ്രേഷൻ്റെ ഇതാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അനിയത്തിമാർ ചേർന്ന് ചെയ്യുകയാണ്.
അങ്ങനെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മൾ കേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛനും അമ്മയും 2 മക്കളെയും കൂടെ കൂട്ടിയിട്ട് കേക്കൊക്കെ മുറിച്ചു. എന്നിട്ട് നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് അനിയത്തി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺ ആക്കുകയാണ്. ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ ഇത്. അന്ന് പാലുടീൻ്റെ സമയത്ത് ഞങ്ങൾ 3 പേരെയും വെച്ച് അച്ഛനെ അമ്മേനെ ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഫോട്ടോ അവൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. പിന്നെ ഓണക്കോടി കൊണ്ടുവന്നിരുന്ന അവൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും ചേർന്നൊരു സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.